ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു വെറൈറ്റി വടയാണ് ഷെയർ ചെയ്യുന്നത്. സാധാരണ ചക്കക്കുരുവും കടലമാവും കൊണ്ട് വട ഉണ്ടാക്കാമെങ്കിലും ഓട്സുമായിട്ടുള്ള കോമ്പിനേഷൻ വളരെ രുചികരമാണ്, ഗുണകരമാണ്. ഈ ഗുണകരമായ വട തയ്യാറാക്കാനായിട്ട് കുറച്ച് ചക്കക്കുരു ക്ലീൻ ചെയ്തതിന് ശേഷം അത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ പിളർന്നിട്ടോ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. ഒട്ടും വെള്ളമൊഴിക്കാതെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. അരച്ച ചക്കക്കുരു ഒരു പാത്രത്തിലോട്ട് മാറ്റുക. പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം അതിൽ കുറച്ച് ഓട്സ് ഇട്ട് മിക്സ് ചെയ്യുക. ഓട്സിൻ്റെ അളവെന്ന് പറയുന്നത് ചക്കക്കുരുവായി മിക്സ് ചെയ്ത് ബോൾസ് ആക്കാനുള്ള പരുവമാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കണം. ആ സമയത്ത് നമുക്കിത് ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് അരിഞ്ഞു വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓട്സ് എല്ലാം വെള്ളമെല്ലാം വലിച്ചെടുത്ത് നല്ലതായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ സബോള, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, എരിവിനായിട്ട് പച്ചമുളക്, അരിഞ്ഞ കറിവേപ്പില എന്നിവ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ, അതുപോലെ എരിവിനനുസരിച്ചുള്ള കുരുമുളക്, ഉപ്പ് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കിയതിന് ശേഷം ബോൾസ് ആക്കുക. അങ്ങനെ ബോൾസ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് നല്ല തിളച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ചക്കക്കുരു വട ഇവിടെ തയ്യാറായി. ഇവിടെ ഞാൻ പരത്തിയ ഷേപ്പിലും വട ഉണ്ടാക്കുന്നുണ്ട്. വളരെ രുചികരമായ ഈ വട ഓട്സുമായിട്ടൊക്കെ ചേർന്ന്, ഓട്സും ചക്കക്കുരുവും പച്ചമുളകും എല്ലാം കൂടി ചേർന്ന് ഉണ്ടാകുന്ന വട നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാൻ രുചികരവുമായ ഈ ഓട്സ് ചക്കക്കുരു വട രുചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വീണ്ടും ഉണ്ടാക്കും. ചക്കക്കുരു ലഭിക്കുന്ന സമയങ്ങളിൽ ഇത് ഉണ്ടാക്കുക. അത് കമൻസിൽ കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.